ാണ് മാന്നാർ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മാന്നാർ കൊലപാതകത്തിൽ സാക്ഷിമൊഴി പുറത്ത് വന്നിരിക്കുകയാണ്. കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ അറിയിച്ചതായാണ് മുഖ്യ സാക്ഷി സുരേഷിന്റെ മൊഴി. അനിൽ വിളിച്ചതനുസരിച്ച് പെരുമ്പഴ പാലത്തിൽ എത്തിയപ്പോഴാണ് പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടത്. അബദ്ധം പറ്റിയതായും മറവ് ചെയ്യാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥന നടത്തിയപ്പോൾ പറ്റില്ലെന്നറിയിച്ച് മടങ്ങിയതായും സുരേഷ് മൊഴി നൽകി. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയുടെ മൊഴിയാണ് പുറത്തു വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ അയാൾ പറയുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക സാക്ഷിമൊഴി, അതായത് ഈ കേസിൽ ഇന്നലെ നമുക്കറിയാം 15 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിന്റെ അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും പോലീസിന് പല കാര്യങ്ങളും കണ്ടെത്തേണ്ടതായുണ്ട്. ശാസ്ത്രീയമായ തെളിവുകളടക്കം ഇന്നലെ ശേഖരിച്ച്, അതായത് അനിൽകുമാറിന്റെ വീട്ടിൽ നിന്ന് ശേഖരിച്ച് സെപ്റ്റിക് ടാങ്കിലെ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പലതും ശാസ്ത്രീയമായി സ്ഥിരീകരിക്കേണ്ടതൊക്കെ ഉണ്ട്. പക്ഷെ ഈ കൊലപാതക കുറ്റം എന്നൊരു വകുപ്പ് ചുമത്തക്ക രീതിയിൽ ഒരു നിർണായകമായ മൊഴി പോലീസിന് ലഭിച്ചത് ഈ കേസിൽ ഇന്നലെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന സുരേഷിൽ നിന്നാണ്. ഈ സുരേഷ് അനിൽകുമാറിന്റെ ഒരു ബന്ധുവും കൂടിയാണ്. ഈ സുരേഷാണ് ഇപ്പോൾ പോലീസിന് നിർണായകമായ ഒരു മൊഴി നൽകിയിട്ടുള്ളത്. അതായത് വലിയ പെരുമ്പഴ പാലത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു കൊലപാതകം വലിയ പെരുമ്പഴ പാലത്തിൽ വെച്ച് നടന്നു എന്ന് സുരേഷിനോട് അനിൽകുമാർ പറഞ്ഞു എന്നുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. വലിയ പെരുമ്പഴ പാലം എന്ന് പറയുന്നത് മാന്നാറും ഒപ്പം തന്നെ മാന്നാർ ഭാഗത്ത് ഉള്ള പാലമാണ്. അതായത് ഈ അനിൽകുമാറിന്റെ വീട്ടിലേക്ക് പോകത്തക്ക രീതിയിലുള്ള അവിടെ ഒരു ഭാഗമാണ്. ഈ വലിയ പെരുമ്പഴ പാലത്തിൽ വെച്ച് ഈ മാന്നാറിനും തട്ടാരമ്പലത്തിനും ഇടയ്ക്കുള്ള വലിയ പെരുമ്പഴ പാലത്തിൽ വെച്ചാണ് സുരേഷിനെ അനിൽകുമാർ വിളിക്കുന്നത്. അനിൽകുമാർ വിളിച്ചതനുസരിച്ച് വലിയ പെരുമ്പഴ പാലത്തിലേക്ക് സുരേഷ് ചെന്നപ്പോഴാണ് അവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിരുന്നില്ല. അതായത് അനിൽകുമാർ കലയെ എറണാകുളത്ത് നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന കാറ് അവിടെ പാർക്ക് ചെയ്തിരുന്നത്. ആ കാറിനകത്ത് കലയുടെ മൃതദേഹം കണ്ടു എന്നുള്ള മൊഴിയാണ് സുരേഷിൻ്റെതായി ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല, ഈ മൃതദേഹം അബദ്ധം പറ്റിപ്പോയി എന്നാണ് അനിൽകുമാർ പറഞ്ഞത്. മൃതദേഹം മറവ് ചെയ്യുന്നതിനുള്ള സഹായം നൽകണമെന്ന് പറഞ്ഞു. ഇത് കണ്ട് ഭയന്ന താൻ സഹായിക്കില്ല, ഇതിന് കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇത് വെളിപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യത്തിൽ അനിൽകുമാറിന്റെ ഭീഷണി ഉണ്ടായിരുന്നു. ഭയന്നിട്ടാണ് ഇത് പറയാതിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സുരേഷ് മൊഴി നൽകിയിട്ടുള്ളത്. ഈ സുരേഷിന്റെ നിർണായകമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി, അതായത് ഇത് മിസ്സിംഗ് കേസായിരുന്നു പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നത്, അത് മാറ്റി കൊലപാതക കുറ്റത്തിന് മാന്നാർ പോലീസ് പുതിയ കേസ് ഇന്നലെ രാത്രിയോടെ എടുക്കുകയും FIR ഇടുകയും ചെയ്തിട്ടുണ്ട്. പ്രമോദ്, ജിനു, സോമൻ ഉൾപ്പെടെയുള്ള 4 പ്രതികളാണ്. അനിൽകുമാർ ഉൾപ്പെടെ 4 പേരാണ് ഇപ്പോൾ കേസിൽ മുഖ്യപ്രതികളായി ഉള്ളത്. 1-ാം പ്രതി അനിൽകുമാറാണ്. അനിൽകുമാർ കലയുടെ ഭർത്താവാണ്. അയാൾ ഇസ്രായേലിലാണ്. അവിടെ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം, അതായത് ഈ പാലത്തിൽ നിന്നും വലിയ പെരുമ്പഴ പാലത്തിൽ നിന്നും പിന്നീട് ഈ സഹോദരങ്ങൾ, അതായത് അനിൽകുമാറിനെ ഇത് മറവ് ചെയ്യാനായി സഹായിച്ച നമ്മൾ ഈ കേസ് നേരത്തെ പറഞ്ഞ പേരുകാരായ പ്രതികൾ, അവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും മറ്റ് റിമാൻഡ് നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ്. ഇതിനകത്ത് ഇവർ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ആയിക്കര ജംഗ്ഷനിൽ വെച്ചാണ് തങ്ങൾ മൃതദേഹം കണ്ടത്. അതായത് അനിൽകുമാർ അവരെ വിളിച്ചു വരുത്തുകയായിരുന്നു. ജിനു എന്ന കേസിലെ 2-ാം പ്രതിയെയാണ് ആദ്യം വിളിച്ചു വരുത്തി മൃതദേഹം കാണിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ജിനുവിനെ ആയിക്കര ജംഗ്ഷനിൽ വെച്ച് വലിയ പെരുമ്പഴ പാലത്തിൽ നിന്ന് പിന്നീട് മൃതദേഹവുമായി സഞ്ചരിച്ച കാറ് ആയിക്കര ജംഗ്ഷനിലെത്തുകയും ആയിക്കര ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ജിനു ഈ മൃതദേഹം കാണുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരെല്ലാവരും ചേർന്ന് ഇത്രയും വലിയ ഒരു തെറ്റ് മറച്ചു വെച്ച് അതിനെ മറവ് ചെയ്യാനും അതിന് കൂട്ടുനിൽക്കുകയും, അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിൽ ഉൾപ്പെടെ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ അത്ര ശക്തമായ രീതിയിലുള്ള വകുപ്പുകൾ തന്നെയാണ് ഇവർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. എന്തായാലും കേസിൽ നിന്ന് മറ്റു തുടർ നടപടികളുമായി മാന്നാർ പോലീസ് മുന്നോട്ട് പോകും. ഭവ്യ.
ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മാന്നാർ കൊലപാതകത്തിൽ നിർണായകമായ ഒരു സാക്ഷിമൊഴി പുറത്തായിരിക്കുകയാണ്. കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ അറിയിച്ചതായാണ് മുഖ്യ സാക്ഷി സുരേഷിന്റെ മൊഴി വന്നിരിക്കുന്നത്. അനിൽ വിളിച്ചതനുസരിച്ച് പെരുമ്പുഴ പാലത്തിലെത്തിയപ്പോൾ പാലത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടു. അബദ്ധം പറ്റിയതായി അനിൽകുമാർ പറഞ്ഞു. മറവ് ചെയ്യാൻ സഹായിക്കണമെന്ന് അനിൽകുമാർ ആവശ്യപ്പെട്ടു. എന്നാൽ പറ്റില്ലെന്ന് അറിയിച്ചുകൊണ്ട് ഈ സുരേഷ് മടങ്ങിപ്പോവുകയാണ് എന്നുള്ളതാണ് ചെയ്തത് എന്നുള്ളത് പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുകയാണ് സുരേഷ്. അനിൽകുമാറിനെ ഭയന്നിട്ടാണ് ഈ ഒരു തെറ്റിനെക്കുറിച്ച് പുറം ലോകത്തോടോ പോലീസിനോടോ പറയാതിരുന്നത് എന്നുള്ളത് കൂടി സുരേഷ് പറയുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. എറണാകുളം